ഹലോ, ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം നോക്കി പോയതാണ്, ശനിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കഞ്ഞി കുടിക്കാനായിട്ടും നല്ല രീതിയിലുള്ള വരി ഉണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞാറ്റൊരു ചേച്ചിയുടെ കുടയുടെ മറവിലൊക്കെ നിന്നിട്ടാണ് കേട്ടോ അങ്ങോട്ട് എത്തി കിട്ടിയത്. പിന്നീട് ഞങ്ങൾ പന്തലിലേക്ക് എത്തി. പന്തലിലേക്ക് എത്തിയപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിൽക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടുന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെയും വേറൊരു പന്തലിലേക്ക് കടന്നത്. പിള്ളേർക്കൊക്കെ നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. ചൂട് കാരണം കൊണ്ടാണ് ഈ ക്ഷീണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കഞ്ഞി കിട്ടി. ഈ ഒരു കഞ്ഞിക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ടൊരു കഞ്ഞിയാണ് കഞ്ഞിയും പുഴുക്കും എന്ന് പറയുന്നത്. ഈ ഒരു ഉത്സവ സീസണിൽ മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ കൈ കൊണ്ടായിട്ടാണ് കഴിക്കൽ. കുഞ്ഞിന് ഈ ഇലയിൽ കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് എന്നോടും കൈ കൊണ്ട് തന്നെ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെയായി കഴിച്ചത്. പിന്നെ ഒരു വേറെ നല്ല ടേസ്റ്റുള്ളൊരു കറി ഉണ്ടായിരുന്നു, മോരുകറി. മോരുകറിയിൽ നേന്ത്രക്കായൊക്കെ ഇട്ടിട്ട്, പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടായിരുന്നു. അതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൈയൊക്കെ കഴുകിയിട്ട് അവിടെയുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് പതിയെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നല്ല ഭംഗിയിലും അലങ്കരിച്ചിട്ടുണ്ട്. പകലായതുകൊണ്ട് തന്നെ ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ബായ്.